ഹായ്, എന്റെ പേര് മുഹമ്മദ് നിസാം. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ 15th ബാച്ചിൽ പഠിച്ചിറങ്ങിയതാണ്. ഹായ്, ഞാൻ മുഹമ്മദ് ഫൈസൽ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ 16th ബാച്ചിൽ പഠിച്ചിറങ്ങിയാണ്. എന്റെ പേര് ഷക്കീർ. ഞാൻ ചപ്പാരപ്പട ഇരുവാട്ടിൽ നിന്ന് വരുന്നത്. ഞാൻ 5 ബാച്ചിൽ പഠിച്ചതാണ്. ഞാൻ നേരത്തെ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വർഷം. അൽ റാഷിദ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബായിരുന്നു. ഈ ക്രെയിനിന്റെ കൂടെ ഹെൽപ്പറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു ക്രെയിന് പഠിക്കണം, ഇത് ഓപ്പറേറ്റ് ചെയ്യണം, വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ആം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന് 5ാമത്തെ ബാച്ചിൽ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തു, പഠിച്ചു. ഇപ്പം ഇവിടെ തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് നല്ലൊരു ജോബും കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഈ ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് ചെറുപ്പം പോലെ ഈ ഹെവി വണ്ടികളോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു 4-5ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരക്കിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ കണ്ണൂർ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നും ഇവിടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കി ഞാൻ ഇവിടെ വന്ന് ഇത് കോഴ്സ് എടുത്തത്. പഠിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്റർവ്യൂ വന്നു ആദിബാദിലേക്ക് അറ്റൻഡ് ചെയ്തു. ഇപ്പൊ ഞാൻ അടുത്ത ആഴ്ച പോവുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിൽ നിന്ന് ഇവിടുന്ന് കിട്ടിയത്. ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം ഈ ഹെവി വണ്ടി ഓടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് സാലറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഈ ഫീൽഡിൽ തന്നെ. ഞാൻ ഗൾഫ് മതിയാക്കി നാട്ടിൽ വന്നതിന് ശേഷം ടാക്സി ഓടി നിൽക്കുന്ന ടൈമിലായിരുന്നു ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞത്. പിന്നീട് തുടർന്നൊരു സ്കില്ല് വേണം തോന്നി. പുറത്ത് പോകണമെങ്കിൽ ജോബ് കിട്ടണമെങ്കിൽ അങ്ങനെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമായിരുന്നു. ഇപ്പൊ വിദേശത്ത് ബാദിബാദ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ക്രെയിൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഹൈഡ്രാ ക്രെയിൻ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ആകുന്നതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ്. എനിക്ക് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പുറത്തത്തെ കാര്യമൊന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്നതിൽ ഇവിടെ സാർമാരായാലും സുബിൻ സാറും സീനാണ്, മുഹമ്മദ് സാർ അതിനേറെ സൂപ്പറാണ്. ഞാൻ എല്ലാ സാറുമാരും അത്യാവശ്യം നല്ല സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതുകൊണ്ട് ഓരോ ട്രെയിനിങ് എല്ലാം അടിപൊളിയായിരുന്നു എനിക്ക്. തിയറിക്കൽ പഠിപ്പിക്കുന്ന സാറ് സുബിൻ സാർ ആയാലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ് എടുത്തു തരും. ഏത് രീതിയിലാണോ മനസ്സിലാകുന്നത് ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. പ്രാക്ടിക്കലായാലും ബിപിൻ സാറ് നല്ല രീതിയിൽ ആള് കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും അത് നമ്മൾ പഠിക്കേണ്ട രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൽ ബിപിൻ സാറ് നല്ല സഹായം ചെയ്തു തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ കാര്യത്തിലായാലും ജയശ്രീ മാമും ഏത് രീതിയിൽ ഒരു ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഇന്റർവ്യൂവിന് പോകാനും അതിന് വേണ്ടുന്ന പേപ്പർ കാര്യങ്ങൾ എല്ലാ രീതിയിലും ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. തിയറി ആണെന്നുണ്ടെങ്കിലും പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ആക്കുക. അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ടോപ്പിക്കിലോട്ട് ഇവിടുത്തെ സാറന്മാർ പോകത്തുള്ളൂ. നമുക്ക് എന്ത് സംശയമാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും സാറിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത്. ബാക്കിയുള്ള അടുത്ത പോലെ എന്തിനോ വേണ്ടി പഠിപ്പിച്ചു തരികയല്ല, നമുക്ക് മനസ്സിലാക്കി തന്നെ പഠിപ്പിച്ചു തരികയാണ് ആം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് പലയിടത്തും പോയി അന്വേഷിച്ചിട്ടുണ്ട്. എന്റെ പാസ്പോർട്ട് ഇതേപോലെ കുറച്ച് ഫണ്ട് ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ മേടിച്ച് വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ കൊളംബോയിൽ കൊണ്ടുപോയി പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതെല്ലാം പിന്നീടാണ് മനസ്സിലാക്കിയത്. തിരക്ക് വന്നപ്പോഴാണ് അതൊക്കെ ഫേക്ക് ആണെന്ന് അറിഞ്ഞത്. പിന്നെ ഇവിടെ വന്ന് ഇതുപോലെ ആയി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്.